ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലേക്കാ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി നാള് ഇക്ക ചീത്ത പറഞ്ഞിട്ടും നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മളിപ്പം ചെയ്യാൻ പോണം. ജക്കു ഒന്ന് ഇങ്ങോട്ട് വാ. ജക്കു മാസം പിടിച്ചിരിക്കുക. ഗൈസ്, അപ്പൊ നമ്മള് ഒരു പേജ് നമ്മൾ അങ്ങനെ പുഷ് ചെയ്യാൻ പോവാണ്, അല്ലെ ഓൺ ചെയ്യാൻ പോവാണ് അല്ലേക്കാ. നമ്മുടെ ട്രൂ കൊച്ചിന്ന് പേജൊക്കെ ഓണായിട്ട് കുറച്ചായി. പിന്നെ ഈ ഡെയിലി വ്ളോഗ് ഇടാന്ന് പറഞ്ഞ് രണ്ടാമത്തെ മാസം ചോർന്നു. അങ്ങനെ നമ്മള് പുഷ് ചെയ്യാൻ വേണ്ടി പോകണം അല്ലേക്കാ. അത് നമ്മൾ ഇനി നമ്മൾ ആ പേജ് ഇനിയും കഴിച്ച് അതിനകത്ത് നമ്മൾ കൊച്ചിയിലെ ഫുള്ള് കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും ഒന്ന് വരാം അണ്ണ. അണ്ണ കാലും പൊക്കി ഇരിക്കുവാണ്. എല്ലാം കൊച്ചിയില് ഏറ്റവും ഇച്ചിരി കാര്യങ്ങൾ അല്ലെ, ഏറ്റവും ഇച്ചിരി കാര്യം നമ്മൾ നിങ്ങൾ എടുക്കുകയാണ് കഴിച്ച്. ഞങ്ങൾക്ക് തരണം അത്. അപ്പം എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇച്ചിട്ട് ഓഫേഴ്സ് കാര്യങ്ങള്, പിന്നെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. ട്രൈ ചെയ്യും. അത് സത്യമായിട്ടാ. എന്ന് വെച്ചാൽ ഇനിയും ചെയ്തിട്ട് ചെയ്യാതിരുന്ന നിങ്ങൾ തന്നെ തള്ളക്കി വിളിക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും എല്ലായിടത്തും. ഇവരുടെ ഒരു ക്ലിയറും എനിക്കൊരു ക്ലിയർ ആയിട്ട് നമ്മളൊന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാ ഇടത്തിലും ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ഇടില്ല. കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് പോയിരിക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളെ, ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ പറ്റിയ സ്പോട്ടുകൾ, കപ്പിൾസ് ആയിട്ടിരിക്കാൻ പറ്റിയ ഫാമിലി ആയിട്ട് പോയിരിക്കാൻ പറ്റിയ സ്പോട്ടുകൾ, ഒറ്റയ്ക്ക് ഇരിക്കാൻ പോയ സ്പോട്ടുകൾ എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. കണ്ണാടി മാറ്റിട്ട് ചെയ്യാൻ പറ്റും എല്ലാം. കാരണം ഒത്തിരി പിള്ളേർക്കാണെങ്കിലും സ്റ്റേയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ നമ്മുടെ പേജിൽ കൂടെ ഇന്നടുത്ത് റൂമുണ്ട്, അവൈലബിൾ ആണ്, എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും അല്ലേ. കിട്ടാത്തോണ്ടല്ല, നമ്മൾ അറിയുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യും. അതാണ് സ്റ്റോറി കൂടെ ആയാലും നമ്മള് പറ്റുന്നിടത്തോളം കൊച്ചി റിലേറ്റഡ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നത് ഇക്ക് എന്തെങ്കിലും ഇരിക്കുന്നത്, ഇക്കയ്ക്ക് ശ്വാസം മുട്ടലും അല്ലെ, ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ട്. അലർജി കാരണം ഇൻഫെക്ഷൻ ആയിരിക്കും. ഇത് ഞങ്ങളെ കൊണ്ട് അവിടെ വിട്ടിട്ട് വേണം ഇക്കയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. കാരണം ഇത് ഞാൻ ചാവുന്ന മുമ്പ് നടന്നു കണ്ടാൽ കൊള്ളാന്നുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് വരുമല്ലേ, ഒന്നല്ല ഒന്നി കൂടുതലായി വെച്ച് തുടങ്ങിയിട്ടല്ലടാ. അതെ. അപ്പം അതങ്ങനെ നമ്മള് കണ്ണാടി വെക്കുമ്പോ അത്രയും ഭാഗം അളിക്കുന്ന അറിവ് കാണൂലല്ലേ. ഇല്ല, ചമ്മി അളിഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞപ്പോ രണ്ടുപേരും മുഖം. അപ്പം ഏകദേശം അവിടെ ചെന്നിട്ട് ഇനി അവിടത്തൊക്കെ ചെന്നിട്ട് സംസാരിക്കണം. ജെക്കു, നീ സംസാരിക്കോ? ഇവരതുപോലെ പറഞ്ഞില്ല, കൊണ്ടുപോകും അടിപിടിച്ചൊരു. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ട്രൂ കൊച്ചി എന്ന് പറഞ്ഞ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അപ്പൊ ഇപ്പോഴേ വെച്ചോ. ശരിക്കും പറഞ്ഞ നിങ്ങളത് ഫോളോ ചെയ്യാൻ ഇത്രയും നേരം കഥ പറഞ്ഞു ഫോളോ ചെയ്യുക. കണ്ണാടി മാസ്ക് വരുമോ എന്നെ കാണണ്ട. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനകത്ത് പെട്ടെന്ന് അതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വൈറ്റിലെത്തി മൈക്ക് വാങ്ങണം. വാങ്ങിക്കൊടുത്ത മൈക്കൊക്കെ നശിപ്പിച്ചു. ആരുടെ അത് 2 പീസാക്കി? ജക്കു അല്ല, 2 പീസാക്കിയല്ല, ജക്കു ആണ് ഏറ്റവും കൂടുതൽ താഴെട്ടേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ പേജിൽ മെസ്സേജ് ഇടുക, ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സജഷൻ തരാൻ പറ്റുന്ന സ്പോട്ടുകള്, ഹോട്ടലുകള്, കാര്യങ്ങള്, ഓഫേഴ്സ്. ഇനി നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതുവഴി ചെയ്യുന്നതായിരിക്കും. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും, വീഡിയോ ചെയ്യാനായാലും കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇപ്പം ജെക്ടറും കൊമ്പനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിയാറായി. അതിനുശേഷം അവരോട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇന്റേൺഷിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൈഡിൽ കൂടി ഇപ്പം പേജ് മാനേജ്മെന്റും ആഡ് ഏജൻസിയും ഓൺ ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ മുന്നേ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ പേര് F3 മീഡിയ സൊല്യൂഷൻസ് നടക്കും. നമ്മൾ അതുപോലത്തെ പേജ് മാനേജ്മെന്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഓർഗാനിക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ബ്രാൻഡിന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങളുടെ ബ്രാൻഡ് ലിഫ്റ്റ് ചെയ്യുക, ഒരു ബ്രാൻഡ് നെയിം ബിൽഡ് ചെയ്തെടുക്കുക. സോ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർവീസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് പ്രോപ്പറിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിൻ്റെ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കോൺടാക്ട് ചെയ്യുക. ആ ഇൻസ്റ്റ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ മെസ്സേജ് ഇട്ടാലും നമ്മൾ അതിന് റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ആ ഒരു മെസ്സേജ് ഇട്ടാൽ എല്ലാം ഞങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം എല്ലാവർക്കും അല്ലെങ്കിൽ ഒത്തിരി സ്ഥലത്ത് നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ വഴിയാണെങ്കിൽ നമുക്കത് കൂടുതൽ നിങ്ങളേക്ക് എത്തിക്കാനാണെങ്കിലും അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ
അപ്പം നമുക്കിനി മൈക്ക് മേടിക്കാൻ പോയിട്ട് കാണാം. ഓക്കെ, നമ്മൾ മൈക്ക് മേടിച്ചതാ. അങ്ങനെ ചാവോളാ, നിങ്ങളെ കൊണ്ടല്ലേ ഞാൻ പോകത്തുള്ളൂ. ഗൈസ് അങ്ങനെ നമ്മൾ മൈക്ക് മേടിച്ചു. ഒന്നും നോക്കിയില്ല, അങ്ങ് മേടിച്ചു. അല്ല വെക്കൂ ഇവിടെ കണ്ണാടി വെച്ചാണ് കാണാൻ മോനെ. സണ്ണ് പോയി കിസ് ചെയ്തു. ലൈവായിട്ട് തെറി വിളിക്കുന്ന വഴിയിൽ മാറിയില്ലേ. അപ്പൊ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ ഷൂട്ടിലോട്ട് പോകണം. അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഞാൻ ഇവന്മാര് ഇവിടെ ബാക്കിൽ ടൈം ലാപ്സ് എടുക്കണം പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണേ. അവന്മാരെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കണേ. ഞാൻ ഐശ്വര്യ മാറി വെക്കട്ടെ. എന്ത് ചെയ്യുന്നു പോസ്റ്റുകൾ. A few moments later. മണ്ടന്മാർ ഇപ്പോഴും അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വിളിച്ചറിയോ ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കാത്ത അവന്റെ ഒരു ഷോട്ട് എത്ര നേരായി. ഞങ്ങളവിടെ ഞങ്ങൾക്ക് എന്തിനാ എന്റർടൈൻമെന്റ് വേണ്ടേ? ഇതും എന്റർടൈൻമെന്റ്. എന്റെ നീക്ക് വണ്ടി ആ വഴി വന്നെ. ഞാൻ എങ്ങനെയാണ് ഞാൻ ചേട്ടാ, എനിക്ക് കുറച്ച് റെപ്യൂട്ടേഷൻസ് ഉള്ളതാ. റെപ്യൂട്ടേഷൻസ് വണ്ടി അതെ. വാ തുടങ്ങാം. ഫുഡ് റിവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി ഓരോരുത്തരോട് ചോദിക്കണം. ഒരു 3-4 പേരോട് ചോദിച്ചല്ലേ. ഓക്കെ, ബൈ. ഞങ്ങളുടെ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് അങ്ങനെ മാക്സിമം ട്രൈ 30 അറ്റംപ്റ്റ് കഴിഞ്ഞു. അങ്ങനല്ല, നിക്ക് അവിടേക്ക്. അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞ ഒത്തിരി പേർത്ത് മൈക്കെന്ത് ഒത്തിരി പേർത്ത് ഞങ്ങൾ പോയി ചോദിച്ചു. പക്ഷെ ആർക്ക് ഫ്രണ്ടിലോട്ട് വീഡിയോ വരാൻ താല്പര്യമില്ല. ചിലവർക്ക് ഈ ഏരിയ വൈറ്റില ഏരിയയിൽ ബിരിയാണി പോലും കഴിച്ചിട്ടില്ല. ചിലവര് ബിരിയാണി കഴിക്കാത്ത ആൾക്കാർ മന്തിയാണെങ്കിൽ മന്തി മതിയെന്ന്. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. മരിക്കാറായി. അല്ല, 100 മീറ്റർ നടക്കും. ഫുള്ള് നമ്മൾ കറങ്ങി. പിന്നെ കുറച്ച് ടൈം ഞങ്ങളെ കൂടെ നടുക്ക് നിർത്തിയല്ലോ ചിലവൻ. അതാണ് എനിക്ക് കിട്ടിയത്. എന്താണ് ബ്രോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തതായിട്ടുള്ളത് നമ്മുടെ നക്ഷത്രയിലെ ബിരിയാണിയാണ്. മന്തിയാണ് ചോദിച്ചത്, ബിരിയാണി അല്ല ചോദിച്ചത്. മന്തിയാണ് ചോദിച്ചത്. മന്തി, നക്ഷത്ര ബിരിയാണി മന്തിയുണ്ട്, മന്തിയുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമ്മളെ കഴിച്ച് നമ്മളിപ്പോ ഇനി വൈറ്റില ആ ഏരിയ ഫുള്ള് ആ ഏരിയയിലെ വൈറ്റിലെ ഫുള്ള് നമ്മളിപ്പോ നേരെ ഇനി മെട്രോ കയറും. നമ്മൾ നേരെ എടപ്പള്ളി പോവാണ്. എടപ്പള്ളി ചെന്നിട്ടാണോ എനിക്ക് അറിയില്ല. ഞങ്ങള് വിചാരിച്ച പോലെ സംഭവം കിട്ടുന്നില്ല. കൈ സത്യം പറഞ്ഞില്ലേ, ഇത് ചെറിയൊരു പണിയാണ് സത്യം പറഞ്ഞ. നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആള് വരുന്നു, എടുക്കുന്നു, നമ്മൾ കാണും. വീഡിയോ കാണുമ്പോൾ അങ്ങനെ സത്യം ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചെന്നറിയോ ചെല്ലുക, ചോദിക്കുകയോ, പറയുകയോ, പോവാ. ഫുഡ് കഴിക്കാൻ അതിനുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ അപ്പഴെ കണ്ണാടി അങ്ങ് വെച്ചാൽ ഇത്ര നേരം അവന് കണ്ണാടി ഇല്ലായിരുന്നു. വെളിച്ചത്തിന്റെ പ്രശ്നമല്ലേ? അയ്യോ നമ്മള് വിചാരിച്ച പോലെ സാധനം കിട്ടി അല്ലേ? കുഴപ്പമില്ലാതെ കിട്ടി. എല്ലാരും വിളിച്ചു. അയ്യോ, ഡോമിന്റെ മാസമായിരുന്നു അത്. പറഞ്ഞു തരുന്നില്ല. എന്താണ് ഡോമ ഇത്? ഒന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു പ്രതീക്ഷയിലായിരുന്നു ഒന്നും കിട്ടത്തില്ലെന്ന്. പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ ഗൈസ്, ആ വീഡിയോ കാണാൻ മറക്കരുത്. ട്രൂ കൊച്ചി വീട്ടിൽ ചെന്നിട്ട്. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്. ഈ വീഡിയോ വരുമ്പോ ഒരു ഡിസംബറൊക്കെ ആവും. ഇല്ലില്ല, നീ ഇപ്പൊ കട്ടൊക്കെ ചെയ്യുന്ന സഹായിക്കുന്നതൊക്കെ ഇവരാണ്. ഞാൻ പാഴ്വാക്കുകൾ തരുന്നില്ല, റെഡിയാക്കാം ഗൈസ്. അപ്പൊ ഇന്ന് ഈദ് മുബാറകാണ്. എല്ലാവരും വീട്ടിലൊക്കെ അടിച്ചു പൊളിക്കുമെന്ന് വിചാരിക്കുന്നു, അല്ല പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അല്ലേ ചെക്ക് ഭയങ്കര സുന്ദരനായിട്ടുണ്ടാ.
രാവിലെ വർക്കൊക്കെ ചെയ്ത് ചെയ്തോണ്ടിരിക്കാനാണ് എനിക്ക് പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ബിരിയാണി കഴിക്കാന്ന് വെച്ചു. ആദ്യം നിന്റെ സ്പെഷ്യൽ ബിരിയാണിയാണോ? ഇക്കെ വായിച്ചിട്ട് വന്ന ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്ത് ഓറ ഓറ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നത് ജക്ടറും അബി മാത്രമാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് നമ്മുടെ കൊമ്പാച്ചൻ കക്കൂസിലാന്ന് തോന്നുന്നു. കൊമ്പാച്ച ഇത് മുബാറക് എന്താണ് ഇത് മുബാറക്കായിട്ട് പരിപാടി? ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി. ഇവിടെ അവിടെ ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. ഇത് അബി മതിടാ, ഇച്ച് കഴിഞ്ഞിട്ട് ചെയ്യാടാ. എടാ കുറച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാടാ. നീ ഇങ്ങനെ നമ്മൾ അവര് വിചാരിക്കും നിന്നെ വെച്ച് നമ്മൾ ഇത് മുബാറക്ക്. എനിക്ക് ബീഫ് ചിക്കൻ അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ഭാഗ്യം കിട്ടിയേ? ഞാൻ ലെക്കുനെ വിളിച്ചെന്നറിയോ? യാതൊക്കെ ബീഫ് വേണമെന്ന് ചോദിക്കാനാണ് വിളിച്ചത്. ഞാനത് അവിടെ വന്നിട്ട് ഞാൻ വെച്ച് മട്ടൺ ഉണ്ടോ ബീഫ് ചിക്കൻ ബീഫ് നോക്കട്ടെ എന്ന് പറഞ്ഞു. 2 എണ്ണം പറഞ്ഞു. പിന്നെ മുതിർന്ന എത്താക്കും പിന്നെ അടിയാവണ്ടെന്ന്. അത് ചിക്കൻ ബിരിയാണി. എനിക്ക് കൂടുതൽ ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. നന്നായി അല്ലേ? റോയ്ക്ക് ആ ചിക്കനെ കഴിക്കത്തില്ല. നിനക്ക് ഡബിൾ ഫുൾ ആയിരുന്നു മേടിക്കായിരുന്നു. ഞാനും പോയി എടുക്കട്ടോ. എന്തൊക്കെ ഇവര് തമ്മിൽ എന്തൊരു അലമ്പാണെന്ന് അറിയും. മുട്ടയ്ക്ക് അടി വെക്കും. എന്നും മനസ്സല്ലേ? അവനെ ഹെൽത്തി ആവട്ടെ. നീ ഇത്ര നല്ല ജിമ്മായിട്ടിരിക്കുന്നതല്ല, അവന് ഇച്ചിരി ജിമ്മാവട്ടെ. അങ്ങനെയുള്ള ബോധമൊന്നും ഇല്ല. അതാണ് ഒരു നല്ലൊരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ മോനെ നീ മുട്ട എടുത്തോളാന്ന് പറയില്ലേ? സാധനത്തിൽ പറയും. എവിടെന്ന് നിന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു സുഹൃത്തല്ലത്. അതെന്ത് ഇപ്പൊ പെരുന്നാളിന് ഞാൻ മേടിച്ചിട്ട് തിന്നുന്നുണ്ടല്ലേ? നാണം കേട്ടവരെ ഇവിടെ ഒരാളോടെ ഉണ്ട്. ഒരാൾ ഉറക്കം, ഒരാൾ താഴെ നിന്ന് കഴിക്കുന്നു. വലിയ പരിപാടിയൊന്നും ഇല്ല. കട്ടിന്ന് കൊണ്ടുപോകും. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. മറ്റേ മ്യൂസിക് ഒക്കെ ഇടാം. നന്മയുള്ള ലോകം. കട്ട് ചെയ്തില്ല. കട്ട് ചെയ്തോ വീഡിയോ ഗ്രാഫ് കയറാതെ എന്തും ചെയ്യൂലേ? ചിക്കൻ വരെ തരുമല്ലേ? ഞങ്ങൾ കിടത്താൻ നോക്കല്ലേ നീ? അങ്ങ് എങ്ങനെയുണ്ട് ബിരിയാണി? കൊമ്പ ബിരിയാണി അടിപൊളിയാണ്. ഇക്ക ഒറ്റ വാക്കില് സൂപ്പർ. ഒരണ്ടാവ് കഴിച്ചാലും പറയും കുറച്ചുകൂടെ ടേസ്റ്റ് ചെയ്യണം. അബി എങ്ങനെയുണ്ട്? എന്ത് അങ്ങനെയല്ലേ? അവനല്ല, ആ വയറും മേഖല എല്ലാം കംപ്ലീറ്റ് ആവണം. ഹാർട്ടിന് വരെ ബിരിയാണി ആയിരുന്നു. ഹാർട്ടിന് വരെ, ബ്രെയിൻ വരെ എത്തും. അപ്പൊ നഖത്തിന്റെ അറ്റം വരെ ചെല്ലണം. കഴിച്ചു കഴിഞ്ഞാ ഇതില് ഡാൽഡ അങ്ങനെയുള്ള സാധനം ഒന്നും അവർ ചേർക്കില്ല. അതിന്റെ ചിക്കനൊക്കെ നല്ല ഫ്ലേവർ. പെരുന്നാളായിട്ട് പോലും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല കേട്ടോ. തിരക്കായിരുന്നു. എല്ലാം ഷെഡ്യൂള് തെറ്റി. എന്ത് തിരക്ക് നിനക്ക്? 11 മണിക്ക് ഞാൻ ചന്തി ചവിട്ടി പേടിച്ചതാണ് നിന്റെ തിരക്ക്. ഇക്കയ്ക്ക് തിരക്കാതെ പറഞ്ഞേ. എന്താ ചിരിക്കുന്നത്? അവന് കിട്ടിയായിരുന്നു. ആരാന്ന് അറിഞ്ഞൂടാ. ഇവരെന്തോ സ്നാപ്ചാറ്റില് ഫോട്ടോ അയക്കായിരുന്നു. ഞാൻ ആക്കിട്ട് അയച്ചു കൊടുത്തു. ഞാനാണെങ്കിൽ ഓപ്പൺ ആക്കിയതല്ലായിരുന്നു. ഓപ്പൺ ആവുമ്പോ തന്നെ ക്യാമറ അല്ലേ വരുന്നത്. അതാണ് ഏതോ പാട്ട് വേണം. സ്പെഷ്യൽ ഗാനം ഏതോ അച്ചാറാണ്. അച്ചാർ ഞാൻ കഴിച്ചില്ല. അച്ചാർ ഞാൻ കൊടുത്തു. അപ്പൊ അയാൾ വേണം അത് കഴുകി വെക്കാറല്ലേ? എന്തൊക്കെ തള്ളാട് അവനെ കൊണ്ട് കഴിപ്പിച്ചെന്തിനാ? അത് പിന്നെ അവൻ എന്റെ സലാഡ് അവന് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവനല്ലേ കഴുകി വെക്കേണ്ടത്? അയാളെ പുള്ളെടുത്തപ്പോ അയാളെ കഴി വെക്കണ്ടേ? അത് ഞങ്ങള് തമ്മിൽ ടേംസ് അങ്ങനെയാ. പക്ഷെ നിങ്ങള് തമ്മിൽ അങ്ങനെയല്ലല്ലോ.
ഞാൻ തൊട്ടല്ല, ഇത് നോക്കി, ഇത് ഞാൻ തുറന്നില്ല, അതും തുറന്നിട്ടില്ല. എന്റെ പ്ലേറ്റിനകത്ത് 2-3 അരി അവനിട്ടു, അതുകൊണ്ട് ഈ പ്ലേറ്റ് അവൻ കഴുകി വയ്ക്കണം. നമ്മുടെ പെരുന്നാൾ വലിയ പരിപാടികളൊന്നും ഇല്ല. കുറച്ച് കാലമായി നമ്മൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പരിപാടികളൊന്നും ഇവിടെ ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. എനിവേ എന്നാലും നമ്മള് ഹാപ്പിയാണ് അല്ലടാ, ഉള്ളത് കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും. അടുത്തല്ലേ നമ്മള് പെരുന്നാൾ ദുബായിൽ വെച്ച് നടത്തുന്നത്. അല്ല, ദുബായിലല്ല, നമ്മള് ജർമ്മനിയില്ല പോണേ. ഓ, നീ ജർമ്മനി, ഞാൻ UK-ലാ. ഇവിടെ ബ്രോ എവിടെ? മാൾട്ടയാ? ഇറ്റലി? ആ മാട്ടില് ഏതോ മാട്ട കയറുന്നത്. കൂത്താട്ടുകോണം. ഞാൻ എവിടെയെങ്കിലൊക്കെ കാണും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മള് പിച്ചക്കാരൊക്കെ ഇപ്പൊ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. വീട്ടില് ഏലം തുടങ്ങിയിട്ട്, ഏലം കൃഷി. ഞാൻ വീട്ടില് നമ്മള് ഏത് ചേരാ, തനിക്കോ ചേരില്ല. കൊമ്പം പുറത്താ, ഞാനേനി അവിടെ ഇനിയാമേനെ ചാച്ചനെ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ മയ്യ വീട്ടില് മറ്റേ റിട്ടയർഡ് ആയിട്ട് ഞാൻ ഇനി കുറച്ച് ഞാൻ റിട്ടയർഡായി. അവന്റെ റിട്ടയർമെന്റ് വീട്ടിൽ ചെന്നപ്പോ 5 ഗ്യാസ് ഇട്ടിരിക്കുന്നത്. അതിനാണ് ഈ തിളപ്പ്. അതല്ല, ഇവിടെ ഗ്യാസിന് ക്ഷാമം വന്നല്ലോ, അവിടെ വിറകടുപ്പുണ്ട്. അതാണ് ഇവർ നാട്ടിൽ വിറകടുപ്പുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. നമ്മളവിടെ വണ്ടിയെ കൊണ്ടിരുത്തിട്ട് കൊമ്പോന്ന് വിളിക്കുമ്പോ കൊമ്പ് ഇങ്ങനെ വള്ളി തൂക്കി വിറക് വേണ വിറകാണോ? വിറകിനെ പുറത്തു കൊണ്ടുവരവർക്ക് പറമ്പുണ്ടല്ലോ ബ്രോ നമുക്ക്. പോയാലേ നമ്മൾ കൊമ്പന്റെ വീട്ടിൽ പോയാലേ അല്ല ഞാനില്ല, ഞാൻ ഇനിയിപ്പോ എന്തായാലും ഞാൻ ഇപ്പൊ 4 ദിവസം അവിടെ വന്നിട്ടാണ്. ഇനിയിപ്പോ ഞാൻ 4 ദിവസം നീ വരണ്ട, നിങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ പോയി ബിരിയാണി ഒക്കെ കഴിക്കും. ഞാൻ പോയി കൈയൊന്ന് താങ്ങി വെക്കാൻ വയ്യ, മുട്ട വെച്ചിട്ട് ക്യാമറ. താൻ എന്തൊരു മടിയനാടോ താൻ. മുട്ടയില് കൈ ഇങ്ങനെ ബാസ്കറ്റ്ബോൾ ബ്ലോഗറാ, ബാസ്കറ്റ്ബോൾ പ്ലെയറാ. അവരെ പഞ്ചായത്തിൽ എല്ലാരും പ്ലെയറാ. അതല്ല അതാ പ്ലെയറാണ്, ജില്ലാ പ്ലെയറാണ് ബ്രോ. ജില്ലാ പ്ലെയറാ. മാനേജർ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാ, അതൊക്കെ അപ്പോണ്ടിരിക്കുന്ന വീഡിയോ. അത് ഫുട്ബോൾ ബ്രോ. ഫുട്ബോൾ മാത്രമല്ല, താൻ എല്ലാത്തിലും അങ്ങനെ തന്നെയാ. താനാ മറ്റേ ബാസ്കറ്റ്ബോളിന്റെ വീഡിയോ എടുത്ത് എങ്ങനെയാ ഞാൻ അവനോട് ചോദിച്ചായിരുന്നു കേട്ടാ. ഡെന്നിസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കളി കഴിഞ്ഞപ്പോഴത്തേക്കും 2 ബോൾ അവന്മാരെ വിളിച്ചിരുത്തിട്ട് അവിടെ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് അത് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണെന്നുള്ളത് ഞാൻ ഡെന്നിസിനെ വിളിച്ചപ്പോ ഡെന്നിസൻ പറഞ്ഞു. ഡെന്നിസൻ പറഞ്ഞു പേര് വരെ തെറ്റാണ്. ടെന്നിസൺ. ആ ഡെന്നിസൻ. സാധനം മനസ്സിലായില്ലേ? ഇയാളെ നാണം ഉണ്ടോ ഇവിടെ വന്നിട്ട്? ഇയാളെ കളിച്ച് നേടിയ പോലെയൊക്കെ താളം വിടുന്നു എല്ലാവരും അടുത്ത് വന്നിട്ട്. അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ആക്കണേ, അങ്ങനെ ആക്കി. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഉള്ളതാണ്, ഉള്ള സത്യമാണ്. വേണമെങ്കിൽ ഞാൻ വീഡിയോ കളിക്ക് പോയി 2ാമത്തെ ദിവസം അല്ല, കളിക്ക് പോയി ഉച്ചയായിട്ട് വിളിച്ചു. എന്താടാ സെലക്ട് ആയി, ഫൈനലിലേക്ക് സെലക്ട് ആയി. എത്ര പോയിന്റ്? അല്ല, കൂടെ കളിക്കാൻ ആളില്ലായിരുന്നു. അതാ വാക്ക് ഓവർ കയറിയിട്ടാണ് ഇയാള് താളം വീഴുന്നത്. വാക്ക് ഓവർ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് കളിക്കാൻ ആളില്ലാതെ കയറുന്നത്. അതുപോലെ അറിയത്തില്ലേ താൻ എന്ത് സ്പോർട്സ്മാൻ ആണ്? താൻ വാക്ക് ഓവർ എന്താണെന്ന് അറിയത്തില്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു വിടുന്നത്? ഇപ്പൊ ഓപ്പോസിറ്റ് കളിക്കാൻ ടീമില്ല, അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് പഞ്ചായത്തിലേക്ക് ഓവർ എന്ന് പറഞ്ഞ 6 ബോളാ. നീ ബ്രോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതിന്? എന്ത്? ഇപ്പൊ ഓപ്പോസിറ്റ് കളിക്കാൻ ടീമില്ലാതെ ഡയറക്റ്റ് ഫൈനലിലേക്ക് കയറി, അപ്പൊ ഇനെന്ത് പറയും? പറ. ഇന്നലെ ഒരു ടാറ്റോ ഒക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ അടിക്കാൻ പോണ കേട്ടോ. ആ സാധനം എന്റെ തൊടയിലടിച്ചാലും തികയില്ല. അല്ല അതല്ല അടിക്കാൻ പോകുന്നത്, അതല്ല അടിക്കാൻ പോകുന്നത്. ഞാൻ വേറെ സാധനം അടിക്കുന്നത്. അത് വേദന എടുക്കണം ബ്രോ, ഇച്ചിരി സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ. ആദ്യം ജിമ്മിൽ പോണോ അതോ ടാറ്റോ അടിക്കണമെന്ന് ആലോചിക്കണം. ജിമ്മിൽ പോയിട്ട് തടി കൂട്ടുന്നെങ്കിൽ ഫസ്റ്റ് അത് ചെയ്യും. ബ്രോ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. ബ്രോ വരുന്നല്ല ഞാൻ ഈ വർഷത്തിൽ ചൂട് മാസം കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ചലഞ്ച് വരുന്നുണ്ട്. ബിഗ് പ്രൈസ് ആയിരിക്കും ബോഡി ട്രാൻസ്ഫോർമേഷൻ. സീരിയസ്ലി എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഇപ്പഴേ കേൾത്തോളാം. എന്തിനാ നിന്റെ ട്രാൻസ്ഫോർം ചെയ്തിട്ട് കുറച്ചുകൂടി ചുരുങ്ങാനല്ല, കുറച്ചുകൂടി അങ്ങനെയൊന്നുമില്ല. എങ്ങനെയുള്ള ഇപ്പൊ ഇവന്റെ ശരീരമാണെങ്കിൽ ഇവൻ വീർക്കണം. അല്ല അതാണ് പറയണത്, ഞാൻ കുറയ്ക്കാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ മാസ് കയറ്റാൻ പോവാണ് എന്നുള്ള സംഭവം പറയാം. ഫാറ്റ് കട്ട് ചെയ്യണേ ബ്രോ, ഫാറ്റ് വെച്ച് ബൾക്കാവല്ലേ? അല്ലല്ല, ആദ്യം ബൾക്കായിട്ട് പിന്നെ കട്ട് ചെയ്ത് ഏതാ മെത്തേഡ്? അങ്ങനെയല്ല, ഫസ്റ്റ് ബൾക്ക് ചെയ്യുക, അത് ക്രിയേറ്റിംഗ് കുറച്ച് കാര്യങ്ങളുണ്ട്.
അത് ഈ മസിലാണ് ഉപയോഗിക്കുന്നത് മസിൽസിന്റെ ഗ്രോത്ത് കൂടെ വീട്ടിലിരിക്കുന്ന അത് ക്രിയാറ്റിലല്ല കായപ്പൊടിയാ. അത് തിരിച്ചറിയാത്ത 2023 എനിക്ക് ഏത് വർഷം മുതൽ ഇന്നെ അറിയാം? 2020 മുതൽ ഞാനൊന്ന് ബ്രേക്ക് ഇടുന്നുണ്ടായിരുന്നു. ഇല്ല ഞാൻ വന്നായിരുന്നു അവിടെ, നേരിട്ട് വന്നായിരുന്നു. ഓർമ്മയുണ്ട് അപ്പന്റെ കടയില്, ബേക്കറി കടയിൽ വന്ന് അതെ, അവിടത്തെ ബണ്ണ്, സീറ്റ്, കളയാറായി വെച്ച പപ്സ് ഇതൊക്കെ തിന്നിട്ട് കമ്പനി ഇപ്പൊ ഉണ്ടോ? കമ്പനി ഇപ്പൊ നഷ്ടത്തിലല്ല. ഒരു ദിവസം എന്നെ രാത്രി വിളിക്കുക, ഞാൻ നിർത്തിക്കാല്ല, എന്താ ഞാൻ കടയൊക്കെ നിർത്തി. എന്താ ശരിയാ വിളിക്കാം, എന്താ അവിടെ ആ ഇടയിൽ കച്ചവടം നടക്കില്ലെന്ന് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ട് അച്ഛൻ വന്നിട്ട് ചുമ്മാ കണക്കം നോക്കിട്ട് എന്നെ സംശയിക്കും. നമ്മ അച്ഛൻ തല്ലി പിടിച്ചിട്ട് ഇറക്കി വിട്ടതാ. ഇയാള് നിർത്തി. അതായത് ലുല്ലുമാളിന്റെ മുതലാളിയുടെ മോൻ ലുല്ലുമാളിന്ന് ഇറങ്ങി പോയി എടുക്കാന്ന് വിളിച്ചു പറയണേ. ആ മറ്റേ എന്താണ് അതിന്റെ പേര്? ബേക്കറിയുടെ റോയല്. നിങ്ങൾ എല്ലാരും റോയൽ ഫാമിലിയാണല്ലോ. അതെ അതെ അതെ, റോയൽ മേക്കപ്പ് സ്റ്റുഡിയോ. സർലോസ് അതാരാ? ചല്ലാസ് അല്ലേ? ഇതോ എനിക്കറിയുന്നത് സലാഡ്സ്. നമ്മളെ സലാഡ്സ്, സലാഡ്, സലാഡ് എന്നൊക്കെ പറയും. സർലാസ് തൃശ്ശൂർ പ്രോപ്പർ ആണോ? അങ്ങനെയൊക്കെ പറയാ. കൾച്ചറാണത്. എന്നാ ചെയ്യാനാ, എന്തുവാ എന്തുട്ടാണോ? ശരിക്കും അങ്ങനെയല്ല. എന്താ ചെയ്യണേ, എന്താ പരിപാടി, എന്തുട്ടാ കിട്ടിയേ, ഇതൊക്കെയാണ് അല്ലല്ല. തൃശ്ശൂരാണ് കറക്റ്റ് കേരളത്തിൽ സെൻട്രായിട്ട് നിൽക്കുന്നത്. അച്ചടി ഭാഷ കോട്ടയത്ത് നിന്ന് രൂപീകരിച്ചു. അയ്യോ, തൃശ്ശൂരൊന്നും അല്ല സെൻട്രായിട്ട് അങ്ങനെ. തൃശ്ശൂർ സെൻട്രായിട്ട് അല്ല, പാലക്കാട് ഇടുക്കിയാണ് സെൻട്രൽ വരുന്നത്. പാലക്കാട് ഇടുക്കി ഇവിടെ അല്ലേ? പാലക്കാട് ഇടുക്കിയാണ് സെൻട്രൽ വരുന്നത്. പാലക്കാട് ഒരു ജില്ലയുള്ളൂ തൃശ്ശൂര്. എറണാകുളം പിന്നെ പാലക്കാട് ഇടുക്കി എറണാകുളം സെൻട്രൽ തന്നെ. എന്താ പറയുന്നത്? 14 ജില്ലയില് സെന്റർ വരുന്നതിന് ചേർന്ന എറണാകുളം 7. അതല്ല 7 നമ്മുടെ 8. 8 16 അപ്പൊ ഇതിന് ഫസ്റ്റ് ഏതെന്നറിയോ? നമ്മുടെ ഫോൺ നമ്മോട് കൊച്ചിക്കാട് കളിക്കല്ലേ. അങ്ങനെ ടെക്നിക്കൽ പോസിബിൾ അല്ല. 7 നമുക്ക് കയറില്ല. 7 പറ്റുന്ന ആരയുടെ അവിടെ ആണോ മറ്റേ തൃശ്ശൂർ തുടങ്ങുന്നേ? അതെ, അതാ കണ്ട, അവിടെ നിന്നാണ് കറക്റ്റ് ആകുന്നത്. നീ നോക്കിയേ. കാരണം ഇതുപോലെ ചലഞ്ചിൽ ക്രൂ ഒക്കെ ചിലപ്പോ തല തല്ലോ അതെ ക്യാമറയിലൊക്കെ ഇമാര് തർക്കിച്ചിട്ട്. ഇടുക്കിയുടെ അപ്പുറം എനിക്കറിയില്ല. നീയല്ല തമിഴ്നാട്. ഞാൻ 20 കൊല്ലം ഇടുക്കിയിലല്ലേ. ആ നാടിന്റെ ശാപം. ഇവനവിടെ നിന്ന് ഇറങ്ങിയത്, ഇവനവിടെ നിന്ന് മാറിയതിനു ശേഷം അവിടെ പ്രളയം പോലും ഉണ്ടായിട്ടില്ല. മണ്ണിടിച്ചിൽ പോലും ചെറുതായിട്ടേ ഉള്ളൂ. വൻ പ്രളയം വന്ന് ഇവ പോവാനായിരുന്നു, അതുകൊണ്ട് തിരിച്ചു വന്നതാണ്. ഞാൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ച് വ്ളോഗ് എടുത്തത്. ഹായ് അമീസ്, എവിടെ പോണ്? ഓ, ഈ സാമീസും എല്ലാവരും കൂടെ ഇത്രയും കൂടെ ഫോറമാള് പോകുന്നു. അപ്പോൾ കൈസ് നിങ്ങൾ ആദ്യം കണ്ടില്ലേ കൈസ്, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും ഒരു ഫോളോ ട്രൂപ്പിച്ച് എല്ലാവരും ഫോളോ ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.